ഉണ്ടാവാൻ പോകുന്നില്ലെന്നും മൈത്രേ നന്നായി അറിയാം. അറിഞ്ഞൂടാ. തന്നെ പോലുള്ള വിഷയവിവരമില്ലാത്ത മാർക്ക് മാത്രമുള്ള നിലപാടാണ്. അപ്പോൾ താങ്കൾ ഇപ്പോൾ താങ്കൾ കരുതുന്നു അങ്ങനെ സംഭവിക്കുന്നില്ല. അതിനുവേണ്ടി ജീവിക്കുന്ന മനുഷ്യനാണ് ഞാൻ. അത് വെറുതെ ജീവിതമാണ്. തന്നെ പോലുള്ള ഇതുപോലെ ഇങ്ങനെ വാചടിക്കുന്നവർക്കുള്ള ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും ഫ്രഞ്ച് വാർഫെയർ നടത്തിയ സ്ഥലമാണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. ആ യൂറോപ്പ് ഫ്രഞ്ചുകാരും ജർമ്മൻകാരും ഇന്ന് അവിടെ ചെങ്കൻ വിസയിൽ 28 രാജ്യത്തിനകത്ത് നടന്നു പോകാം. ഈ ലോകം മാറിക്കൊണ്ടിരിക്കുന്ന കാണാതെ അതിർത്തി ഭയങ്കര സംഭവമാണെന്നൊക്കെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ തനിക്ക് അസാമാന്യമായ വിവരങ്ങളുണ്ടെങ്കിൽ പറ്റും. നടക്കാത്ത സ്വപ്നമാണെന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം. അത് ഇയാൾ എന്നെ പഠിപ്പിക്കൊന്നും വേണം. പിന്നെ തനിക്ക് അത് പിന്നെ ഭൂരിപക്ഷം മണ്ടന്മാരാണ്. തനിക്ക് ഈ വിഷയം അറിഞ്ഞൂടാ. ഇവിടെ നിന്നിട്ട് ഞാൻ താങ്കൾ ഉദ്ദേശിക്കാൻ ആളുമല്ല. അപ്പൊ പിന്നെ അതിനാണ് മനസ്സിലാക്കുക. അല്ല, ചോദിച്ച് മനസ്സിലാക്കുന്ന കാര്യമല്ല. താങ്കളുടെ സ്വപ്നത്തിൽ ഈ രാജ്യത്തിന്റെ അതിർത്തികളൊക്കെ മാറി വിശാലമായ എല്ലാ വലിയ ഹലോ 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 അല്ല പൈലോ എക്സി പൈലോ അവിടെ പോലീസിലെ ലോ ആൻഡ് ഓർഡറിലെ ക്രൈം ആൻഡ് പണിഷ്മെന്റിലെ ട്രാഫിക് റൂൾസിലെ അബ്ജക്റ്റ് ആക്ടിലെ എന്തോ വേണം സാറേ? നിയമം നടപ്പിലാക്കണം. ഓ, ഒരു 25 രൂപയ്ക്ക് നടപ്പിലാവോ? അതങ്ങനെ കേരളത്തിലെ ഊഞ്ഞാട്ടിച്ചത് പറഞ്ഞാൽ ഇതുകൊണ്ട് നടപ്പിലാക്കുക സാറേ. തിരിച്ചു ചോദിച്ചോട്ടെ, അതിന്റെ സംഘബോധത്തിന്റെ വളർച്ചയാണെങ്കിൽ എന്തുകൊണ്ട് സ്വന്തം മക്കളെ കുറിച്ച് ചിന്തിച്ചില്ല? എന്തുകൊണ്ട് സ്വന്തം അച്ഛനമ്മയെ കുറിച്ച് ചിന്തിച്ചില്ല? ഭാര്യയെ കുറിച്ച് ചിന്തിച്ചില്ല? ഞാൻ അതിനൊക്കെ മറുപടി പോകാനായിട്ട് വേണ്ടി ഈ വിഷയങ്ങൾ അറിയുന്ന ആൾക്കാരെ വിളിച്ച് നിങ്ങൾ ഇരുത്തണം. ഒന്ന് ആദ്യം മൈത്രൻ സാർ മനസ്സിലാക്കണം, നിങ്ങൾ വലിയൊരു കോപ്പല്ല. നിങ്ങൾ കുറെ നേരം ഹാഷ്മിയോട് അഹങ്കാരം പറയുന്നുണ്ട്, ബഹുമാനമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് മാത്രമാണ് ലോകത്തിൽ അറിയുന്നൊന്നും ധരിക്കരുത്. പല ചർച്ചകളായി ഞാൻ കാണുന്നുണ്ട്. ഒരു കാര്യം കണ്ടോ, ഓട്ടെ കള അവൻ നന്നാവൂല. ജീവിക്കണ്ടേ സാറേ? ഇയാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പഞ്ചാബ് വരെ യാത്ര ചെയ്യുന്ന സമയത്ത് 1000 യുദ്ധം ചെയ്യേണ്ടിരുന്ന ഒരു ലോകമായിരുന്നത്. ആ സ്ഥലത്ത് നിന്ന് ആ യുദ്ധങ്ങൾ ഒഴിവായി പോയി. അതൊക്കെ ഉണ്ട്. രാമദാസ മോനെ, നീ പറയുന്നത് നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേക്ക് നോക്കൂ ദഹിക്കണം. എനിക്ക് വായി തോന്നുക ഏത് സാധനം ലോകത്ത് എന്തുണ്ടായാലും നിയന്ത്രിതമായി ഉപയോഗിക്കാൻ പഠിപ്പിച്ചാൽ അവരുടെ ചോയ്സ് മാത്രമായിട്ട് മാറും. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ പിന്നെ ഉപയോഗിക്കത്തുള്ളൂ. നിങ്ങൾ ഈ നിരോധിക്കുന്ന സമയത്ത് എന്താ പറ്റുന്നത് ചോദിച്ചാൽ, ആ നിരോധിച്ച ഒരു സാധനം അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ എങ്ങനെങ്കിലും ഉപയോഗിക്കും. ഇവിടെ കളിക്കാൻ ഇറങ്ങുമ്പോൾ നീ ആലോചിക്കണം, എതിരെ നിൽക്കുന്നവന് കളി അറിയാന്ന്. പല അവസരങ്ങളും തന്നു. ഇതെന്താ സാധനം? ജോണി വാക്കർ. തന്റെ പേരല്ലേ ചോദിച്ചാൽ? കള്ളിന്റെ പേരെന്നാ പറഞ്ഞ ജോണി വാക്കർ. എന്താ ജോണി വാക്കർ പോ. ഞാൻ പോണോ സാറേ? അല്ലെ ഇവിടെ തന്നെ നിന്നോ. കൊടുക്കുന്നേ നിങ്ങൾ എന്തിനാണ് കൊടുക്കാൻ നടക്കുന്നേ? ആര് പറഞ്ഞു കൊടുക്കാൻ? ആളുകൾക്ക് ഈ കാര്യത്തിനെ പറ്റി അറിവ് കൊടുക്കുന്ന സമയത്ത് വേണോ വേണ്ട എന്നുള്ള ചോയ്സ് അവർക്ക് വരും. അത് റെസ്പോൺസിബിൾ സമൂഹത്തിലാണ്. റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത മനുഷ്യരെ ഇവിടെ നിലനിർത്തിയിരിക്കുന്നത് തന്നെ പോലുള്ള മനുഷ്യരാണ്. ഇവിടെ MDMA ഈ പറയുന്ന നിയന്ത്രിത അളവിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ പോലും അത് മനുഷ്യരിൽ വളരെ ഭീകരം. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. പോട്ടെ, ഇനി താങ്കളുടെ വാദം അംഗീകരിച്ചാൽ തന്നെ ഈ പറയുന്ന റെസ്പോൺസിബിൾ സമൂഹം ഉണ്ടാവണം. ഇവിടെ മദ്യം പോലും റെസ്പോൺസിബിൾ കുടിക്കാൻ അറിയാത്ത, ഒന്നും റെസ്പോൺസിബിൾ ചെയ്യാത്ത ഒരു സമൂഹത്തിന് മുന്നിലേക്ക് MDMA തുറന്നു വെച്ച് കൊടുത്താൽ എങ്ങനെയിരിക്കും? എന്താണ് MDMA മദ്യവും തമ്മിലുള്ള വ്യത്യാസം? എന്താ? MDMA അതിഭീകരമാണ്. എന്ത് അതിഭീകരം? അതിഭീകര അഡിക്ഷൻ ഉണ്ടാക്കുന്നതാണ്, കുഞ്ഞുങ്ങളെ കൊല്ലുന്നതാണ്, അമ്മയെ കൊല്ലാൻ പ്രേരിപ്പിക്കുന്നതാണ്, അച്ഛനെ കൊല്ലാൻ പ്രേരിപ്പിക്കുന്നതാണ്. അമ്മമാരെ മാത്രം നോക്കി കൊല്ലുന്ന സാധനമാണ്. അമ്മയെ കഴുത്തറത്ത് കൊല്ലാനുള്ള ബോധപൂർവ്വമുള്ള എല്ലാ മനുഷ്യന്മാരും ഇവിടെ ചെയ്യും. പറഞ്ഞു മനസ്സിലാക്കിയിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ മോന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പൊ എന്താ ചെയ്യുക? ഒരു തീരുമാനം വേണ്ടേ? അവരെ കണ്ടോ ദേശം എന്നൊക്കെ നമുക്ക് പറയാം. അത് നടപ്പാക്കാൻ താങ്കൾക്ക് അറിയാം. ഉട്ടോപ്യൻ സ്വപ്നമാണ് താങ്കൾക്ക് അറിയാം. എന്ത് ഉട്ടോപ്യൻ? ചുമ്മാ അസംബന്ധം എന്നോട്. ഞാൻ പറഞ്ഞ അതിർത്തികൾ നാട്ടിനകത്ത് രാജാവ് ഉണ്ടായിരുന്നല്ലേ? ഞാൻ ചോദിച്ചോട്ടെ? ഇയാൾ ചോദിച്ചു കഴിഞ്ഞു. മനസ്സിലായി. ഇല്ല, ഇവിടെ ശാക്തിക ചേരികൾ കൂടുതൽ ബലപ്പെടുന്ന കാലത്ത്, രാഷ്ട്രങ്ങൾ കൂടുതൽ ശക്തമാകുന്ന കാലത്ത് അതിർത്തികളില്ലാത്ത മഹാന വിശാലമായ സാമ്രാജ്യം സംഘടന തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഉണ്ടാവാൻ പോകുന്നില്ലെന്നും മൈത്രേ നന്നായി അറിയാം. അറിഞ്ഞൂടാ. തന്നെ പോലുള്ള വിഷയവിവരമില്ലാത്ത മാർക്ക് മാത്രമുള്ള നിലപാടാണ്. അപ്പോൾ താങ്കൾ ഇപ്പോൾ താങ്കൾ കരുതുന്നു അങ്ങനെ സംഭവിക്കുന്നില്ല. അതിനുവേണ്ടി ജീവിക്കുന്ന മനുഷ്യനാണ് ഞാൻ. അത് വെറുതെ ജീവിതമാണ്. തന്നെ പോലുള്ള ഇതുപോലെ ഇങ്ങനെ വാചടിക്കുന്നവർക്കുള്ള മനസ്സിലാവുന്നില്ല സാർ. എനിക്ക് ശരിയെന്ന് തോന്നിയത് ഞാൻ പറഞ്ഞു. എനിക്ക് നല്ല വിവരമുള്ള മണ്ടത്തരമാണ് നടക്കാൻ പോകുന്നില്ല. അതാ പറഞ്ഞ തന്നെ പോലെ മണ്ടന്മാരിരുന്ന് ഇതേപോലെ ചോദിക്കുമ്പോൾ ഇതുപോലെ പറയുന്ന സമയത്ത് അത് വിവരത്തോടെ പറഞ്ഞു തരാൻ അറിയുന്ന ആളാണ്. എന്നോട് ചോദിച്ചു മനസ്സിലാക്കുക. ഇത് ചോദിച്ചു മനസ്സിലാക്കാനില്ല. ഇന്ത്യ പാകിസ്ഥാൻ ഫേസ് ഓഫ് ആണ്. താൻ സ്വല്പമെങ്കിലും ബുദ്ധിയുള്ളവരാണെന്നുണ്ടെങ്കിൽ വിശാലമായ ശാന്തി കളയാടുന്നതുകൊണ്ടാണ് താൻ കോട്ടിട്ട് നിൽക്കുന്നത്. ഞാൻ ഇത് പ്രൊവോക്കഡ് അല്ല, വിവരത്തോടെ പറയാണ്. ആവർത്തിക്കുന്നതുകൊണ്ടാണ്. അത് നല്ല വിചാരമായി പോയി. ഇവ ശരിയല്ല. ഇത് ഒരുമാതിരി കോട്ടാളത്തിലെ ഇടപാടായി പോയല്ലേ? പുറത്താക്കി നീ ഇപ്പൊ പുറത്തായില്ലേ? ഒരു വേൾഡ് വാർ കഴിഞ്ഞ പോലുണ്ട്. എന്തായാലും പ്രശ്നം തീർന്നല്ലോ. ഇല്ല, തീർന്നില്ല. പ്രശ്നം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പഴേ എനിക്ക് ഈ സ്വല്പം തിരക്കുണ്ട്. അപ്പൊ ഞാൻ പോയിട്ട് വരാം.